ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 13 to 16. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾക്കുവിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. തിരുസന്നിധിയിൽ അങ്ങയുടെ ജനത്തോടു കൂടെയുള്ള കൂട്ടായ്മയിൽ വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കേൾപ്പിച്ച വചനം ഇന്നത്തെ രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം അങ്ങ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന തിരുവചനത്തിൻ്റെ ആഴങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണമേ. ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ അങ്ങയുടെ തിരുവചനത്തെ മുറുകെ പിടിച്ച് അങ്ങ് കാണിച്ചു തരുന്ന മാതൃകയിൽ, ദൃഷ്ടാന്തത്തിൽ, വഴിയിൽ മുന്നോട്ട് ജീവിച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ട്. ഞങ്ങളുടെ കർത്താവിനെ അനുഗമിക്കുന്ന ഉത്തമ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റിക്കാട്ട്. ദൈവസഭയെ ശുദ്ധീകരിച്ച് അങ്ങയുടെ പുത്രൻ്റെ വരവിനു വേണ്ടി മഹത്വമുള്ള പിതാവെ അവിടുന്ന് നിർത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാണ്. നമ്മളിപ്പോൾ കേട്ട വചനഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ പ്രബോധനം, ഒരു വലിയ മുന്നറിയിപ്പാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബിലൂടെ ദൈവത്തിൻ്റെ സഭയ്ക്ക് തരുന്നത്. ഇത് കർത്താവിൻ്റെ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ്. കാരണം ഇതൊരു ലേഖനമാണ്, ഇത് സുവിശേഷമല്ല. ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രബോധനങ്ങളെല്ലാം, മുന്നറിയിപ്പുകളെല്ലാം, ഉപദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ സഭയുടെ അനുദിന ശുദ്ധീകരണത്തിനും ദൈവസഭ ഒരുങ്ങുന്നതിനു വേണ്ടിയും അവരോടുള്ള തർജ്ജനങ്ങളും പ്രബോധനങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് നാം ഇപ്പോൾ കേട്ട വചനഭാഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതിയിരിക്കുന്നതാണ്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. ദൈവത്തിൻ്റെ സഭയുടെ കൂട്ടത്തിൽ അങ്ങനെ ആൾക്കാരുണ്ട്. ദൈവസഭയുടെ മധ്യത്തിൽ അങ്ങനെയുള്ളവരുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ലാഭമുണ്ടാക്കും എന്ന് ഹൃദയത്തിൽ പറയുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവരെ കേൾക്കുവിൻ. സഹോദരങ്ങളെ, നാളെക്കുറിച്ച് ഓർക്കുന്നതോ നാളത്തെക്കുറിച്ച് പദ്ധതി ഇടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്ലാനുകൾ ഉണ്ടാക്കുന്നതോ തെറ്റാണെന്നല്ല ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നാളത്തെ ദിവസങ്ങളിലെ ഒരു മിനിറ്റ് പോലും എൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുവാനോ, നാളത്തെ ദിവസത്തെ എൻ്റെ ഹിതപ്രകാരം മാറ്റുവാനോ, എൻ്റെ ഇഷ്ടപ്രകാരം ആക്കുവാനോ, എൻ്റെ പദ്ധതികൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുമെന്ന് ചിന്തിക്കുവാനോ നമുക്കിടയാകരുത്. അതാണ് വിഷയം. Plans are not a problem. But when we plan, we must think that tomorrow is not in my hands. നാളത്തെ ദിവസം എൻ്റെ കൈകളിലല്ല എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നാളത്തെ ഒരു നിമിഷത്തെ പോലും എൻ്റെ ഇഷ്ടപ്രകാരമാക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിയുകയില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ബോധ്യത്തിൽ നാം പദ്ധതികൾ ഉണ്ടാക്കുന്നെങ്കിൽ ആ പദ്ധതികൾ ഒരിക്കലും ദൈവസന്നിധിയിൽ ദോഷമുള്ളതായിട്ട് തീരത്തില്ല. ഇവിടെ പറയുന്നു, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. ഇത് യാക്കോബിൻ്റെ അഭിപ്രായമല്ല, പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുക നമ്മളോട്. സഹോദരങ്ങളെ, മാനുഷിക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വാസികളായാലും അവിശ്വാസികളായാലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ചില പദ്ധതികളും പ്ലാനുകളും നാളെക്കുറിച്ചുള്ള ചില പ്രതീക്ഷകളും അല്ലേ. ഇപ്പം നാളെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷകളില്ലെങ്കിൽ, നാളെക്കുറിച്ച് എനിക്ക് പദ്ധതികളില്ലെങ്കിൽ, എൻ്റെ ഡയറിയിൽ, എൻ്റെ കലണ്ടറിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത മാസങ്ങളിൽ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വരുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ
ജീവിതത്തിനകത്തൊരർത്ഥവുമില്ല. അങ്ങനെ തീരുമാനിക്കരുതെന്നോ അങ്ങനെ ആഗ്രഹിക്കരുതെന്നോ അങ്ങനെ ചിന്തിക്കരുതെന്നോ അല്ല ദൈവാത്മാവ് പറയുന്നത്. ദൈവാത്മാവ് പറയുന്നത് താഴെ അടുത്ത വാക്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തെന്നറിയാമോ? നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? നമ്മുടെ പ്ലാനുകളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പ്ലാനും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആ പ്ലാൻ എഴുതിയ പേപ്പറും കയ്യിലിരിക്കുന്ന പേനയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയണം, കർത്താവേ, ഇതാണ് എൻ്റെ പ്ലാൻ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളത്. ഇതാ ഈ പേനയെ അങ്ങ് പിടിച്ചിട്ട് ഇതിൽ കട്ട് ചെയ്യേണ്ടതൊക്കെയും അവിടുന്ന് വെട്ടിമാറ്റണം, എഴുതി ചേർക്കേണ്ടതൊക്കെയും എഴുതി ചേർക്കണം. അങ്ങയുടെ ഹിതം എങ്ങനെയോ അങ്ങനെ അതിനകത്ത് എഴുതി ചേർത്തിട്ട് ആ പേപ്പർ എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരണം. ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ഹിതത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി ഉണ്ടാക്കപ്പെടണമെന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. വി ഡോണ്ട് നോ വാട്ട് ടുമോറോ വിൽ ബ്രിങ് ഇൻ അവർ ലൈഫ്. നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ശ്രദ്ധയോടെ ചിന്തിക്കണമേ. പലപ്പോഴും നമ്മളിൽ പലരും നാളത്തെ ദിവസത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട് നാളത്തെ കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സ് ഉരുകി അല്ലെങ്കിൽ മനസ്സിൽ ഭാരപ്പെട്ട് അല്ലെങ്കിൽ നാളെ നടക്കുവാൻ പോകുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് എക്സൈറ്റഡ് ആയി ഇന്നത്തെ ജീവിതം ജീവിക്കുവാൻ മറന്നു പോവുകയാണ്. വി ആർ നോട്ട് ലിവിങ് ടുഡേ ബട്ട് വി ആർ ലിവിങ് ഫോർ ടുമോറോ ആൻഡ് ദാറ്റ് ടുമോറോ നെവർ കംസ് സംടൈംസ്. നമ്മൾ ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ മറന്നുപോയിട്ട്, ഇന്ന് സ്വസ്ഥത അനുഭവിക്കുവാനുള്ളത് മറന്നുപോയിട്ട്, ഇന്ന് സന്തോഷിക്കുവാനുള്ള നിമിഷങ്ങളെ കളഞ്ഞിട്ട് ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും അതിനെയെല്ലാം ഉഴപ്പാക്കി മാറ്റി നമ്മൾ മുന്നോട്ടായി. എന്തിനാ? നാളത്തെ ദിവസം. എന്നും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ആ ദിവസം വരും, ഈ ഭൂമി വിട്ടുപോകേണ്ട ദിവസം. നമ്മൾ ജീവിക്കാനായിട്ട് മറന്നുപോയി. പ്രോവേർബ്സ് ചാപ്റ്റർ 27 വേഴ്സ് 1 പറയുന്നു, സദൃശവാക്യങ്ങൾ 27:1 മനോഹരമായ ഒരു വാക്യം പറയുന്നു. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ആ വാക്യം ഞാനൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. നാളത്തെ ദിവസം ചൊല്ലി, ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ ആ വാക്യം. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഓരോ ദിവസങ്ങളെ ചൊല്ലി പ്രശംസിച്ചവർ നമുക്കറിയാം. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അനേകം മനുഷ്യരെ നമുക്കറിയാം. ചെറുപ്രായത്തിൽ തന്നെ ആരോഗ്യമുള്ളവർ, നല്ല നല്ല നിലയിൽ ജീവിച്ചിരുന്നവർ, നല്ല നല്ല സ്വാധീനമുണ്ടായിരുന്നവർ, അധികാര സ്ഥലങ്ങളിലിരുന്നവർ, ജീവിതത്തിൽ സെറ്റിലായി തീർന്നവർ, വിശ്രമ ജീവിതം ആഗ്രഹിച്ച് ജീവിച്ചിരുന്നവർ, അവരൊക്കെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരുടെ ഡയറിയിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവർ പദ്ധതിയിട്ടിരുന്ന, അവർ തയ്യാറാക്കി വെച്ചിരുന്ന അനേക കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ മറ്റുള്ളവരോട് അവരുടെ സംസാരത്തെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിൽ എങ്ങും അവർ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണെന്നുള്ളതല്ല, പിന്നെയോ അവർ ചെയ്യുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു നിമിഷം എല്ലാം അവസാനിച്ചു. ഇവിടെ പറയുകയാണ്, നാളത്തെ ദിവസത്തെ ചിന്തിച്ച് നിങ്ങൾ പ്രശംസിക്കരുത്. ഡോണ്ട് ബൂസ്റ്റ് ഇൻ ടുമോറോസ്. നാളത്തെ ദിവസം ഓർത്ത് നിങ്ങൾ പ്രശംസിക്കരുത്. നാളെ ഇതൊക്കെ എനിക്ക് കിട്ടും, നാളെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യും, നാളെ ഇതൊക്കെ ഞാൻ അനുഭവിക്കും എന്ന് പറഞ്ഞ് നീ പ്രശംസിക്കരുത്. കാരണം നാളത്തെ ദിവസം എന്തെല്ലാം വരുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ 3 വാക്യങ്ങളിൽ നിന്ന് 3 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3 വിഷയങ്ങൾ, 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, ഡോണ്ട് ബോസ്റ്റ് ഇൻ ടുമോറോ. നാളത്തെ ദിവസത്തെ ഓർത്ത് പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈ ചിന്ത കടന്നു വരരുത്, ഇന്ന് ഞാൻ ഈ ഓടി നടന്ന് അധ്വാനിക്കുന്നത്, ഇന്ന് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ദൈവത്തെ പോലും മറന്ന് ഞാൻ കിടന്ന് അധ്വാനിക്കുന്നത്, എനിക്ക് നല്ലൊരു കുടുംബത്തെ പണിതെടുക്കണം, നല്ലൊരു ഭവനം എനിക്കുണ്ടാക്കണം. വിശ്രമ ജീവിതമാകുമ്പോൾ ഒരല്ലലുമില്ലാതെ ഒരലട്ടലുമില്ലാതെ മറ്റുള്ള മുമ്പിൽ കൈനീട്ടാതെ എനിക്ക് എൻ്റെ ജീവിതത്തെ ആസ്വദിക്കണം. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലിയ വലിയ നിലയിലാക്കിയിട്ട് അവർ തരുന്ന നന്മകൾ അനുഭവിച്ച് എൻ്റെ ശേഷിച്ചുള്ള കാലം, ശിഷ്ടകാലം സുഖമായി എനിക്ക് ജീവിക്കണം. അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ ആത്മീകമായ ഗോളത്തിൽ, ആത്മീക ചിന്തകളിലേക്ക് നോക്കുമ്പോൾ എനിക്കിതൊക്കെയും സ്ഥാപിച്ചെടുത്തിട്ട് അതിൻ്റെ പരമാധികാരിയായി കുറച്ചു കാലം വാഴണം. അതെന്തുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നാളത്തെ ദിവസത്തെ ഓർത്ത് നീ പ്രശംസിക്കരുത്.
ഹല്ലേലൂയ. നിനക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കർത്താവ് തന്ന കൃപകളെ ഓർത്ത്, കർത്താവ് തന്ന ദാനങ്ങളെ ഓർത്ത് ദൈവമക്കളെ നമ്മൾ പ്രശംസിക്കണം. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം, ഡോണ്ട് ടേക്ക് മീ റോങ്, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതിന്റെ അർത്ഥം നാളെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല, നാളത്തേക്ക് സമ്പാദ്യത്തെ മാറ്റിവെക്കരുതെന്നല്ല, നാളത്തേക്ക് പ്ലാൻ ചെയ്യരുതെന്നല്ല. പക്ഷേ ഹല്ലേലൂയ, അടുത്ത വാക്യങ്ങൾ നമ്മൾ താഴേക്ക് പഠിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ദൈവമില്ലാത്ത ഒരു പദ്ധതി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഹല്ലേലൂയ. ഏത് പദ്ധതി തയ്യാറാക്കിയാലും, ഏത് ആഗ്രഹങ്ങളെ കൊണ്ടുവന്നാലും, എന്തിനു വേണ്ടി നീ അധ്വാനിച്ചാലും അതിൻ്റെയൊക്കെയും മുകളിൽ നീ എഴുതേണ്ടത് ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന്. മുമ്പേ വായിച്ചല്ലോ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഫ് ദ ലോർഡ് വിൽസ്, എന്റെ കർത്താവ് എന്നെ അനുവദിക്കുന്നുവെങ്കിൽ, എന്റെ കർത്താവ് എനിക്ക് ആയുസ് തരുന്നുവെങ്കിൽ, എന്റെ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും, അവരെ നല്ല നിലയിലാക്കും. എന്തിന്? കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി, അനേകർക്ക് അവർ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി, ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ദേശത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ അവരെ വളർത്തും, ഞാൻ അവരെ ഹല്ലേലൂയ ഉയർത്തും. നമുക്ക് പലതും പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെയും ഹല്ലേലൂയ കർത്താവിന്റെ നാമമഹത്വത്തിനായി ഒരു വഴിയിലോ മറ്റൊരു വഴിയിലോ തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ പദ്ധതികൾ ഉപയോഗിക്കണമെന്ന് നമ്മളവിടെ കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ സഹോദരങ്ങളെ? പദ്ധതി തയ്യാറാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് പോകുവാനും തക്കവണ്ണം നമ്മൾ ദൈവമല്ല. വി ആർ നോട്ട് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ദൈവമല്ലെന്ന്. And none of us claim to be God. നമ്മൾ ആരും ദൈവമാണെന്ന് അവകാശപ്പെടുന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ദൈവം ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. വി ആർ ആക്ടിങ് ലൈക്ക് ഗോഡ്. വി ഡോണ്ട് ക്ലെയിം ടു ബി ഗോഡ്, ബട്ട് വി ആർ ആക്ടിങ് ലൈക്ക് ഗോഡ് സംടൈംസ്. നമ്മൾ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ല, നമ്മൾ ദൈവമല്ലെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത ശൈലിയിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിത രീതികളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവത്തെ പോലെയാണ്. അല്ലേ? ദൈവം ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ സ്വയം ചെയ്യുന്നത്. ദൈവശബ്ദത്തിന് നമുക്ക് ആ കാര്യമില്ല, ദൈവശബ്ദം കേൾക്കുവാനുള്ള കാര്യമില്ല. നമുക്കറിയാമോ ലോകത്തിൽ പാപം തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യ പിതാവായ ആദം ദൈവസന്നിധിയിൽ നിന്ന് വീഴുവാൻ കാരണമായത് എന്താണെന്നറിയാമോ? ഈ ഒരൊറ്റ വിഷയമാണ്. ഉൽപ്പത്തി 2:17 യഹോവയായ ദൈവം ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദമിനോട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 2:17 അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദമിന് കൊടുത്ത ആദ്യത്തെ കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ അവനെ സൃഷ്ടിച്ചതിന് ശേഷം ഹല്ലേലൂയ അവനോട് പറയുകയാണ്, നീ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് ഇഷ്ടം പോലെ മറ്റു വൃക്ഷത്തിന്റെ ഫലം എല്ലാം തിന്നാം. പക്ഷേ ഒരു ട്രീയെ, ഒരു വൃക്ഷത്തെ പോയിന്റ് ചെയ്തിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ പേരാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം. ഇതിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്താണെന്നറിയാമോ ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? നന്മ തിന്മകളെ കുറിച്ച് താഴെ വായിച്ചു വരുമ്പോൾ, ദൈവത്തെ പോലെ ചിന്തിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവ്, അല്ലെങ്കിൽ ദൈവത്തെ മാറ്റി നിർത്തി സ്വന്തം കാര്യങ്ങളെ ചിന്തിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവ്, നന്മ തിന്മകളെ കുറിച്ച് സ്വയം തിരിച്ചറിയുന്ന ആ ഒരു കഴിവ്, അതാണ് ആ മരം കൊടുക്കുന്ന കഴിവ്. ഹല്ലേലൂയ. ആ മരം കൊടുക്കുന്ന ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കാതെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുമാണ് അവൻ ആ പഴം പറിച്ച് ഭക്ഷിച്ചിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നറിയാമോ? അവന്റെ ജീവിതത്തിന് വേണ്ടി എപ്പോഴും അവൻ ജീവന്റെ വൃക്ഷത്തെ ആശ്രയിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യണം, താൻ എന്ത് ചെയ്യരുത്, താൻ എങ്ങനെ ആയിരിക്കണം, താൻ എങ്ങനെയായിരിക്കരുത്, താൻ എവിടെ പോകണം, താൻ എവിടെ പോകരുത്, തൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം, തൻ്റെ ഭാവി എങ്ങനെ ആയിക്കരുത്, ഇതെല്ലാം അവൻ അന്വേഷിക്കുന്നത് ദൈവത്തോടായിരിക്കും. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമാണ് അവൻ തിന്നിരുന്നതെങ്കിൽ. എന്നാൽ അറിവിന്റെ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നല്ലതേത് ചീത്ത ഏത് എന്ന് സ്വയം തീരുമാനിക്കുവാനും സ്വയം തിരിച്ചറിയുവാനുമുള്ള ഒരു കഴിവ് ആ ഫലത്തിലൂടെ അവന് കിട്ടി. മനസ്സിലാക്കണമേ, അതാ ഇന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അതാ ഇന്ന് ഈ ലോകത്തിലുള്ളവരെല്ലാവരും ചെയ്യുന്നത്. നമ്മളിൽ എത്ര പേര് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച്? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്ര പേര് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിൽ എത്ര പേര് ചോദിക്കുന്നുണ്ട്? അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, നാം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നവരാണ്, അല്ലെങ്കിൽ അതിന്റെ പാർട്ടേക്കേഴ്സാണെന്നാണ്.
എന്നാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തോട് കൺസൾട്ട് ചെയ്യാതെ, ദൈവത്തിന്റെ ആലോചന ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചില പ്രത്യേക കാര്യങ്ങൾ കണ്ട്, ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ചില ലാഭങ്ങൾക്ക് വേണ്ടി, ചില നന്മകൾക്ക് വേണ്ടി നാം സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വി ആർ ഫോളോയിങ് ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ആഡം. ആദമിന്റെ വഴി, ആദമിന്റെ ഫുഡ് സ്റ്റെപ്സിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഏത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്? ഫിസിക്കൽ ഡെത്ത് അല്ല. അത് ഹവ്വ പറിച്ച് തിന്നിട്ട് ആദമിനും കൊടുത്തെന്ന് പറഞ്ഞു. ആദം അത് തിന്നു, അന്നേരം ആദം മരിച്ചു. ഫിസിക്കലി ഹി ഡിഡ്ന്റ് ഡൈ. ഭൗതികമായിട്ട് അവൻ മരിച്ചില്ല. അപ്പൊ അത് ഏത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്? ആത്മീക മരണത്തെക്കുറിച്ചാണ്, സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് സംഭവിച്ചു. കാരണം അത് തിന്ന നാളിൽ അവൻ പാപം ചെയ്തു, അവൻ ദൈവത്തിൽ നിന്ന് മാറി, അവൻ ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവ സമ്പർക്കത്തിൽ നിന്ന് അവൻ കട്ട് ഓഫ് ആയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ദൈവത്തെ കൂടാതെ നാം ജീവിക്കുകയാണെങ്കിൽ, ദൈവ സാന്നിധ്യം കൂടാതെ, ദൈവിക ആലോചനകളെ കൂടാതെ നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതം നമ്മൾ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ആർ ലൂസിങ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ us. നമ്മളിൽ ദൈവത്തിൻ്റെ ജീവൻ ഇല്ലാതാക്കുകയാണ്. നമ്മളെ സ്പിരിച്വൽ ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവമില്ലാത്ത ഒരു വഴിയിൽ നമ്മുടെ പദ്ധതികളിലോ, നമ്മുടെ ജീവിതത്തിലോ, നമ്മുടെ കുടുംബത്തിലോ എങ്ങും ദൈവത്തിന് സ്ഥാനമില്ല. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് ഞാനത് പറയാം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അവിടെ എഴുതിയിരിക്കുന്നു, യുവർ ലൈഫ് ഇറ്റ് ഈസ് ഈവൺ എ വെപ്പർ, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ മിസ്റ്റ്. നിന്റെ ജീവിതം എന്ന് പറയുന്ന ആവിയാ. ആവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആവിയുടെ എക്സിസ്റ്റൻസ്, അതിന്റെ നിലനിൽപ്പ് എത്ര നേരത്തേക്കുണ്ട്? ചില സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചില സെക്കൻഡുകളിലേക്ക് മാത്രം വന്ന് മാഞ്ഞു പോകുന്നതാണ് ആവി അല്ലെങ്കിൽ മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെപ്പർ അല്ലെങ്കിൽ മിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു മഞ്ഞുതുള്ളിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ഫോഗിനെ പോലെ വന്നിട്ട് അപ്രത്യക്ഷമായി പോവുകയാണ്. അല്ലെങ്കിൽ ഒരു നാടകത്തിന്റെ സ്റ്റേജിൽ ഒരു ആക്ടർ വന്നിട്ട്, ഒരു അഭിനേതാവ് വന്നിട്ട് അവന്റെ റോളുകൾ അഭിനയിച്ചിട്ട് അവൻ പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, കുറച്ചു നാൾ ഇവിടെ ജീവിച്ചു, ഒരു ദിവസം അപ്രത്യക്ഷമായി പോകുന്നു. അതാണ് നമ്മുടെ ജീവിതമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയ, ഒരു കാലത്ത് ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തവർ, ലോകത്തിലെ രാജ്യങ്ങളുടെ ഭരണഘടനകൾ എഴുതിയവർ, ലോകത്തെ സ്വാധീനിച്ചവർ, ലോകത്തെ തങ്ങളുടെ അധികാരത്തിൽ നിയന്ത്രിച്ചവർ, അവരൊക്കെ എവിടെ പോയി ഇന്ന്? അവരൊക്കെ മറഞ്ഞു. അവരുടെ റോള് കുറച്ച് നാളത്തേക്ക് ചെയ്തു, അവർ പോയതോടുകൂടി അവരുടെ പദ്ധതികളും പോയി. അവർ പോയതോടുകൂടി അവരുടെ പേരും പോയി. ഇന്ന് എത്ര പേർ അവരെ ഓർക്കുന്നുണ്ട്? ചിലപ്പോഴൊക്കെ അവർ ലോകത്തിന് തർക്കം നന്മകളൊക്കെ ചെയ്തവരാണെങ്കിൽ അവരുടെ മരണ ദിവസം വരുമ്പോൾ അവരുടെ ഓർമ്മയെ ഓർക്കും, അല്ലേ? അവരെ ഓർക്കും നമ്മൾ. അല്ലാതെ ആരോർക്കുന്നു? അല്ലേ? ഈ ലോകത്ത് എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്ന മഹാന്മാരായ മനുഷ്യരുണ്ടായിരുന്നു. ലോകത്തിന് നന്മ ചെയ്ത ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ നന്മകളൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മൈക്രോഫോൺ കണ്ടുപിടിച്ച് ആളിനെ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പേർ ഓർക്കുന്നുള്ളത്? പക്ഷെ മൈക്രോഫോൺ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ആയിക്കൊള്ളട്ടെ, ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ആയിക്കൊള്ളട്ടെ, അതെന്തുമായിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ ഈ നന്മകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മെഡിസിൻ ആയിക്കൊള്ളട്ടെ, ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ നന്മകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ആരും ഇത് കണ്ടുപിടിച്ച വ്യക്തിയെക്കുറിച്ചോ അവർ കടന്നുപോയ കഷ്ടങ്ങളെക്കുറിച്ചോ ഇത് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അവരുപയോഗിച്ച എക്സ്പെരിമെന്റ്സിന്, ഗവേഷണത്തിന് അവർ തങ്ങളുടെ ജീവിതം തന്നെ വിലയായി കൊടുത്തു എന്നുള്ള സത്യമോ നമ്മൾ ആരും ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്സ്. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും, ഈ ലോകത്തിൽ എത്രമാത്രം നമ്മൾ അധ്വാനിച്ചാലും, മക്കൾക്ക് വേണ്ടി സകലതും മറന്ന് നമ്മൾ അധ്വാനിച്ചാലും ശരി, ഞാനൊരു കാര്യം ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ വെറും ഓർമ്മയായി മാറും. നോ വൺ ഈസ് ഗോയിങ് ടു റിഗാർഡ് യു ആൻഡ് മീ. എന്നെയും നിങ്ങളെയും ജീവിതകാലം വരെ, അവസാനം വരെ ഓർത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദിയും എനിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഇവിടെ ആരെയും ഈ ലോകത്ത് കിട്ടത്തില്ല. എത്രമാത്രം സാക്രിഫൈസ് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ സഹിച്ചാലും ശരി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അത് മറന്നുപോകുന്നു സഹോദരങ്ങളെ. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, എന്നെന്നും നിലനിൽക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കണം എന്നുള്ള ബോധ്യം ദൈവവചനത്തിൽ നിന്ന് ലഭിച്ചിട്ടും ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. വി ആർ ലൈക്ക് വേപ്പർ. വി ആർ സിംപ്ലി ലൈക്ക് വേപ്പർ. ഒരു കാര്യം ഓർക്കണമേ,
ഞാൻ വെറും ഒരു ആവി പോലെയാണെങ്കിൽ, ഒരു വെപ്പർ പോലെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളും എൻ്റെ നേട്ടങ്ങളും എൻ്റെ അച്ചീവ്മെന്റ്സും എൻ്റെ ഇതെല്ലാം ഒരു വെപ്പർ പോലാണ്. ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഞാൻ ഇപ്പൊ ഈ ദേശത്ത് താമസിക്കുന്ന ഞാൻ എന്ത് സ്വാധീനം ചെലുത്താൻ പറ്റും ഈ ലോകത്തിന്? എനിക്ക് എന്തെങ്കിലും സ്വാധീനം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രം. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ, ചില വ്യക്തികളെ കർത്താവിൻ്റെ പാതയിലേക്ക് നയിക്കുന്നുവെങ്കിൽ, നാശത്തിൻ്റെ വഴിയിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ വഴിയിൽ നിന്ന്, നിരാശയുടെ വഴിയിൽ നിന്ന്, അസമാധാനത്തിൻ്റെ വഴിയിൽ നിന്ന് ചില വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുവെങ്കിൽ, ഐ ആം മേക്കിംഗ് സം ഡിഫറൻസ് ഇൻ സംവൺസ് ലൈഫ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് ഞാൻ ഇടയായിത്തീരുന്നു, ഞാൻ ഉപയോഗിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ജീവിതം, നിന്റെ ജീവൻ ഒരു ആവിയാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കണം. നീ ഏത് പദ്ധതികൾ ഉണ്ടാക്കിയാലും, ഹല്ലേലൂയ, നീ നാളെ നോക്കിക്കൊണ്ട് എന്ത് കാര്യങ്ങളിൽ പുകഴുന്നാലും, ഇന്ന് നോക്കിക്കൊണ്ട് നീ നേടിയിരിക്കുന്നതിൽ എന്തിനും നോക്കി പുകഴിയാലും ഓർക്കുക, കർത്താവിന്റെ വചനം മറക്കാതെ ഓർക്കുക, നിങ്ങളുടെ ജീവിതം ഒരാവിയല്ലോ. യുവർ ലൈഫ് ഈസ് ഈവൻ എ വെപ്പർ. ഹല്ലേലൂയ. നമ്മളത് മറന്നു പോകരുത്. പ്രൈസ് ഗാഡ്. ഇത് മറക്കാതെ ജീവിക്കുന്ന, ഇത് ഓർക്കാതെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ലൂക്കോസിന് ശേഷം 12-ാം അധ്യായത്തിൽ ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ദ്രവ്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർത്താവ് സംസാരിച്ചിട്ട് അതിന് താഴെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്, ഒരു ധനവാനായ മനുഷ്യനെ കുറിച്ച്. ആ ധനവാനായ മനുഷ്യന്റെ വിളഭൂമി നല്ല, ഹി ഗോട്ട് എ വെരി ഗുഡ് ക്രോപ്പ് ഗ്രെയിൻസ് ദാറ്റ് ഇയർ. അന്ന് ആ വർഷം അവൻ ഒത്തിരി നല്ല വിളവ് ലഭിച്ചവന്റെ ഭൂമിയിൽ നിന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാ. വിളവ് ഒരുപാട് കൂടിയപ്പോൾ അവൻ ആ വിളവെല്ലാം കൂടെ കൂട്ടിവെക്കുവാൻ കൊണ്ട് ഹി ഹാഡ് എ വെരി ഗുഡ് ഹാർവസ്റ്റ്, നല്ലൊരു കൊയ്ത്ത് കിട്ടി. അവനതെല്ലാം കൂടെ കൂട്ടിവെക്കുവാൻ സ്ഥലമില്ലാതിരുന്നപ്പോൾ ആ മനുഷ്യൻ പ്ലാൻ ചെയ്യുകയാണ്, പദ്ധതി ഇടുകയാണ് നാളെ കുറിച്ച്. എന്താണെന്നറിയാമോ? ഐ വിൽ ബിൽഡ് എ ബിഗ് ബാൺ ഹൗസസ് ആൻഡ് വെയർ ഹൗസസ്. വലിയ വലിയ കളപ്പുരകളെ ഞാൻ പണിയും, വലിയ ഗോഡൌണുകൾ ഞാൻ പണിയും. എന്നിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ നന്മകൾ, ഈ നിക്ഷേപങ്ങൾ, ഇതൊക്കെ ഞാൻ അവിടെ കൂട്ടിവെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട്, ഒരു മിനിറ്റ് ഞാൻ ആ വാക്യം അതുപോലെ തന്നെ വായിക്കാം സഹോദരങ്ങളെ. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ കുറിച്ച് അധികം വലിയപ്പെടരുത്, എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാകും. താങ്ക് യു പാസ്റ്റർ. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ഞാൻ ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അവന്റെ വിളഭൂമി, അവന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞതല്ല ദോഷം, അവൻ കൂട്ടിവെച്ചതല്ല ദോഷം. പക്ഷെ അവന് പറ്റിയ ദോഷം എന്താണെന്നറിയാമോ? അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഇനി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ബിക്കോസ് ഹി വാസ് ലിവിങ് ഫോർ ഹിംസെൽഫ്. God was not in his life. അവൻ ഒരിക്കലും ദൈവത്തിന് നന്ദി പറഞ്ഞില്ല, ദൈവമേ അങ്ങയുടെ കരുണയാലാണ് എനിക്ക് വിളവ് കിട്ടിയതെന്ന്. അവനൊരിക്കലും ദൈവത്തോട് പറഞ്ഞില്ല, അവിടുന്ന് എനിക്ക് നന്മകളെ തന്നത് മറ്റു ചിലർക്ക് കൂടെ അനുഗ്രഹമായി തീരാനാണെന്ന്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും പറഞ്ഞില്ല, ഞാനിത് കൂട്ടിവെക്കുകയാണ്, ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് ഒരല്പം നാളെ ആവശ്യം വന്നാൽ എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാണുമല്ലോ. ഇവൻ ഇതൊന്നും പറയാതെ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ തനിക്ക് തന്നെ, അവിടെ ആ വാക്യം ശ്രദ്ധിക്കണമേ, തനിക്ക് തന്നെ അവൻ നിക്ഷേപിച്ചു. He had a saving for himself. He had a saving for his children. He had a saving for his own generation. He never ever thought about another human being in his life. ദൈവം ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തന്നെ പോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂ. ദൈവം ഹൃദയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വാർത്ഥത വിട്ട് മറ്റുള്ളവരുടെ വേദനകളെ കാണുവാനായിട്ട് കഴിയൂ. എനിക്ക് ദൈവം തന്ന നന്മകൾ മറ്റു ചിലർക്ക് കൂടെ അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കുവാൻ കഴിയണമെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. കാരണം കഴിഞ്ഞ നാളുകളിൽ ചില വ്യക്തികൾ നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നത്.
ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ദൈവമക്കളെ. ഹല്ലേലൂയ. അനേകരുടെ ജീവിതം എൻ്റെ ജീവിതം അനേകർക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി മാത്രമേ താൻ കൊടുക്കുവാനുള്ള കടം മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ മനുഷ്യനെ നോക്കിക്കേ, അവൻ സ്വാർത്ഥനായി സ്വയം ചിന്തിക്കുക. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ, എനിക്ക് അനേക വർഷങ്ങളിലേക്കുള്ള നന്മകൾ ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് കളപ്പുരകൾ പണിയുന്നില്ലായിരിക്കാം. കളപ്പുരകൾക്ക് പകരം ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ടുള്ള പലതും പണിതു വെക്കുന്നില്ലേ? അതിന് പകരമായിട്ടുള്ള പലതും സ്റ്റോർ ഹൗസ് ചെയ്യുന്നില്ലേ? അതിന് പകരമായിട്ടുള്ള പല സമ്പാദ്യങ്ങളും ഡിവെഞ്ചേഴ്സും ഷെയർസും റിയൽ എസ്റ്റേറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് പലയിടത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വെക്കത്തില്ലേ? എന്നിട്ട് നമ്മൾ സ്വയം പറയത്തില്ലേ, അടുത്ത കുറേ വർഷത്തേക്കുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഞങ്ങൾക്ക് 2-3 തലമുറകൾക്ക് കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ ചില വ്യക്തികൾ പറയുന്നത്. പക്ഷെ അന്നൊക്കെ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവവചനം എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മധ്യത്തിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. പുറത്ത് പറയുവാൻ കഴിയത്തില്ലേലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സ്വയം ചിന്തിക്കുന്നവർ അങ്ങനെയുണ്ട്. എനിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എന്താ, എനിക്ക് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചില്ലാൽ എന്താ, അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കുവാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിന്തിക്കാറില്ലേ സഹോദരങ്ങളെ? ചിന്തിക്കാറില്ലേ? ഇവിടെ പറയുകയാണ്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മറന്നുപോയി, ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ മറന്നുപോയി, സ്വന്തമായി ജീവിച്ച് സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ച്, സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച്, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ പാപ്പരായി പോകുന്നവരുടെ എല്ലാവരുടെയും ഗതി ഇതായി തീരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം അവരറിയാത്ത ഒരു നിമിഷം അവരുടെ ആത്മാവിനെ ദൈവം തിരിച്ചു വിളിച്ചാൽ, തിരിച്ചു ചോദിച്ചാൽ, ഹല്ലേലൂയ, അവർ ഒരുക്കി വെച്ചതൊക്കെ ആരനുഭവിക്കുമെന്ന് മുമ്പേ കേട്ടതും അത് തന്നെ അല്ലേ? ഒത്തിരി പദ്ധതികളോടും പ്ലാനുകളോടും കൂടി മനുഷ്യർ ജീവിക്കുന്നു. എന്നാൽ ഈ ആഗ്രഹിച്ച പദ്ധതികൾ നിവർത്തിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമി വിട്ട് അവർ പോകുന്നു. നമ്മൾ കേൾക്കുന്നില്ലേ ഒത്തിരി അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വളരെ നിർഭാഗ്യകരമായ അനേക വാർത്തകൾ കേൾക്കുന്നില്ലേ സഹോദരങ്ങളെ? കഷ്ടപ്പെട്ട് വീടൊക്കെ പണിത് വീട്ടിൽ ഒരു ദിവസം താമസിക്കുവാൻ പോലും കഴിയുന്നതിന് മുമ്പ് ഈ ലോകം വിട്ടുപോയ മനുഷ്യരുടെ, ഹതഭാഗ്യരായ മനുഷ്യരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നില്ലേ? അതൊക്കെ കാണുമ്പോഴും അതൊക്കെ കേൾക്കുമ്പോഴും ഇതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നാളെയെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളൊക്കെ ദൈവം ആ പദ്ധതിയിലില്ലെങ്കിൽ, ദൈവത്തിന്റെ കരുണ ആ പദ്ധതിയിലില്ലെങ്കിൽ, ദൈവത്തിന്റെ ദയ നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ വൃഥാവാണ്, ഇതൊക്കെ വെറും ആവിയാണ് എന്നുള്ള സത്യമാണ് നമ്മളെ തിരിച്ചറിയിക്കുന്നത്. പക്ഷെ വീണ്ടും നമ്മളത് മറന്നു പോകുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല. ദൈവസഭയുടെ മധ്യത്തിൽ പോലും കർത്താവിന് കൊടുക്കേണ്ട സമയം കൊടുക്കുന്നില്ല. സഭായോഗങ്ങളെ അലക്ഷ്യമായിട്ട് കാണുന്നു. ഉപവാസ പ്രാർത്ഥനകൾ വെച്ചാൽ വരാൻ സമയമില്ല. അവർക്കെല്ലാം അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടില്ലേ? നമ്മളത് ചിന്തിച്ചു നോക്കിക്കേ. ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരുടെ പടക് മുങ്ങുവാൻ തുടങ്ങുമ്പോൾ, അവരുടെ ഭവനം കുലുക്കത്തിലാകുമ്പോൾ അവർ കർത്താവിനെ അന്വേഷിച്ച് ഓടും. പക്ഷെ കർത്താവ് പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:15 വായിക്കുന്നത് പോലെ, അവർ നിലവിളിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം തിരിക്കും, എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. കാരണം എന്തെന്നറിയാമോ? അന്വേഷിക്കേണ്ട സമയത്ത് അവർ ദൈവത്തെ അന്വേഷിച്ചില്ല. അവർ സ്വാർത്ഥതയായി തങ്ങൾക്ക് തന്നെ നിക്ഷേപിച്ചുകൊണ്ട് തങ്ങളുടെ വഴികളിൽ തങ്ങളുടെ ഇഷ്ടം നോക്കി തങ്ങളുടെ ചിന്തകളിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കാർക്കും ആ ഒരു ഗതി ഉണ്ടാകാതിരിക്കാൻ നോക്കട്ടെ, സൂക്ഷിക്കുക. ദൈവം നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ, ദൈവം തന്നെ മുഖം തിരിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളുടെ മേൽ ദൈവം തന്നെ മുഖം തിരിച്ചാൽ, നമ്മളിൽ നിന്ന് ദൈവം തന്നെ മുഖം തിരിച്ചാൽ, അവിടുത്തെ കരുണ നമുക്ക് നഷ്ടമായാൽ, ഈ ലോകം നിത്യ നരകത്തിന് തുല്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. മുന്നോട്ടുള്ള സമയം കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനവുമായിട്ട്, ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നത്തിങ് റോങ് ഇൻ പ്ലാനിങ്, ബട്ട് റിമെമ്പർ അവർ പ്ലാൻസ് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ. നമുക്ക് നാളെക്കുറിച്ച് പദ്ധതികൾ, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ടുമോറോ, പ്ലാനിങ് ഫോർ ടുമോറോ. നാളത്തെ ദിവസത്തെ ഓർത്ത് പ്ലാൻ ചെയ്യുന്നതോ പദ്ധതി ചെയ്യുന്നതോ തെറ്റല്ല. പക്ഷേ ഓൾവേസ് റിമെമ്പർ മൈ പ്ലാൻസ് ആർ നോട്ട് ഇൻ മൈ ഹാൻഡ്. എൻ്റെ കൈകളിലല്ല എൻ്റെ പദ്ധതികൾ. ഹല്ലേലൂയ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഇതാ, നാളെയാകട്ടെ, നാളെയാകട്ടെ, നമ്മൾ എല്ലാ കാര്യത്തിനും നാളെയാകട്ടെ. ഒരു നല്ല ജീവിതം ആരംഭിക്കണമെങ്കിൽ നാളെയാവട്ടെ. ദൈവത്തിൻ്റെ ആത്മീയ വിഷയങ്ങളിൽ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും നാളെയാകട്ടെ, സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ. പക്ഷെ നമ്മളിൽ എത്ര പേര് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ? വി നീഡ് ടു സേ ദാറ്റ് ഇറ്റ് ഈസ് ടു ബി സ്റ്റാർട്ടഡ് ഫ്രം ടുഡേ. എനിക്കത് ഇന്ന് ആരംഭിക്കണമെന്ന് പറയാം. നാളത്തേക്ക് മാറ്റി വെക്കരുത്.
നാളത്തേക്ക് മാറ്റിവെക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ, ദൈവത്തോട് നാം ചില ഉടമ്പടികൾ ചെയ്യുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അത് ഇന്ന് തുടങ്ങുക. നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത്. നാളെ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഇന്ന് ചെയ്യുവാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ, നിനക്കതിന് റിസോഴ്സസ് ഉണ്ടെങ്കിൽ, അതിനുള്ള കൃപയുണ്ടെങ്കിൽ, അതിനുള്ള ദയയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ആരംഭിക്കുക. നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ടുമോറോ ഈസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. നാളത്തെ ദിവസം നിന്റെ കയ്യിലല്ല. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഡോണ്ട് ബോസ്റ്റ് ഇൻ അബൌട്ട് ടുമോറോ. രണ്ടാമത് ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, 15-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ തിരുത്തുകയാണ്, നമ്മളെ കറക്റ്റ് ചെയ്യുകയാണ്. ഞാൻ അവിടെ പോകും, ഞാൻ ഇവിടെ പോകും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്നതിന് മുമ്പ് പറയേണ്ടത്, എൻ്റെ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേരിങ്ങനെ പറയാറുണ്ട് സഹോദരങ്ങളെ? ഇന്നല്ലാതെ നാളെ ഒരു കാര്യങ്ങളെക്കുറിച്ച്, അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് പറയുന്നുണ്ട് കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ? ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവിന് ഇഷ്ടമാണെങ്കിൽ, കർത്താവിന് ഇഷ്ടമാണെങ്കിൽ എന്ന് പറയുന്നത് ഒരു ഫ്രേസായിട്ടങ്ങ് മാറിയിരിക്കുക ഇപ്പോഴല്ലേ. പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയും ദൈവഹിതമാണെങ്കിൽ. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്കറിയാമോ? ഇഫ് ദ ലോർഡ് വിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദൈവഹിതമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതേ വാക്കാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഗെഥസമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുന്നത്, ഇഫ് ഇറ്റ് ഇസ് യുവർ വിൽ, തിരുഹിതമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. തിരുഹിതമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഐ ആം ഗിവിങ് 100% അതോറിറ്റി ഇൻ ഗോഡ്സ് ഹാൻഡ് ടു ചേഞ്ച് മൈ പ്ലാൻസ്. എൻ്റെ പദ്ധതികളെ 100% അധികാരം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, അങ്ങന്റെ ദൈവമാണ്, അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ ഉടയവനാണ്, അങ്ങയുടെ ഇഷ്ടമാണ്. 100% അങ്ങ് എന്ത് പറയുന്നുവോ അത് ഞാൻ സ്വീകരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ പദ്ധതികളും അങ്ങ് മാറ്റിക്കോ. ഐ ഹാവ് നോ പ്രോബ്ലം. അതാ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. പലപ്പോഴും ഇത് അറിയാതെ നമ്മൾ ചാടിക്കയറി പറയുന്നത് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം അങ്ങനെ അല്ലെങ്കിലോ? അത് സ്വീകരിക്കാൻ നീ തയ്യാറാണോ? മുറുമുറുപ്പില്ലാതെ, കംപ്ലൈൻറ്റ് ഇല്ലാതെ, മർമറിങ് ഇല്ലാതെ അത് സ്വീകരിക്കാൻ തയ്യാറാണോ? അത് സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ വാട്ട് യു മീൻ ഈസ് റൈറ്റ്. സോ ഇറ്റ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് ദ വേർഡ്സ് വിച്ച് വി സ്പീക്ക്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് പിന്നിലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ദൈവം നോക്കുന്നത്. ഇന്നത്തെ രാത്രി നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഇഫ് ദ ലോർഡ് വിൽസ്. അപ്പോസ്തലനായ പൗലോസ് 2-3 ഇതേ എക്സ്പ്രഷൻ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ എഫേസോസ് സഭയിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ കാണാമെന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ലോർഡ് വിൽസ്, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരാം. നോക്കിയേ, ശ്രേഷ്ഠനായ അപ്പോസ്തലൻ പോലും പറയുന്നത് തൻ്റെ കയ്യിലല്ലിരിക്കുന്നത് നാളത്തെ ദിവസത്തെക്കുറിച്ച്. ദൈവഹിതമാണെങ്കിൽ ഞാൻ കടന്നു വരാം എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചില്ലെങ്കിൽ ഞാൻ വരത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവസഭയിലേക്ക്, കൊരിന്ത്യ സഭയിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ വരും. അതൊക്കെ പറയുമ്പോഴുള്ള കാരണം എന്തെന്നറിയാമോ? കർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരത്തില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിഷയത്തിൽ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് ഒരു കാര്യം ചിന്തിക്കണമേ, കർത്താവ് നമുക്ക് ഫ്രീ വില്ല് തന്നിരിക്കുക. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനോ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരസ്കരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഹൗവ പിശാചിന്റെ വാക്ക് കേട്ട് ആ പഴം പറിച്ച് തിന്നപ്പോൾ ഹൗവയുടെ കൈക്ക് കർത്താവ് തട്ടി. യഹോവയായ ദൈവം തട്ടിയില്ല. തട്ടിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൈ നമ്മൾ തട്ടും. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും തെറ്റായിട്ടുള്ളതിലേക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കാൻ തട്ടും. എന്ന് പറഞ്ഞാൽ ചെയ്യരുതെന്ന്. അതുപോലെ നമ്മുടെ കയ്യാൽ കർത്താവ് ടാപ്പ് ചെയ്യത്തില്ല. He gives us freedom. He gives us free will to do our choice or God's choice. ദൈവഹിതമായിട്ട് ജീവിക്കണോ, നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കണോ, ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുതരികയാണ് നമുക്ക്.
ഹല്ലേലൂയ. അവൻ വിട്ടു തരുന്ന സ്വാതന്ത്ര്യം തരുന്നതിന് മുമ്പ് അവിടുത്തെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ട് വഴികളെ കുറിച്ച് മുമ്പേ കേട്ടതുപോലെ ജീവന്റെ വൃക്ഷത്തിലോ ജീവന്റെ വഴിയിലോ അല്ലെങ്കിൽ മരണത്തിന്റെ വഴിയിലോ നമുക്ക് ഒരുപോലെ നീങ്ങാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഇടുങ്ങിയ വഴിയിലൂടെയോ വിശാലമായ വഴിയിലൂടെയോ നമുക്ക് യാത്ര ചെയ്യാം. അവസാനം ഇടുങ്ങിയ വഴിയുടെ അവസാനം ജീവനാണെന്നും വിശാലമായ വഴിയുടെ അവസാനം നാശമാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ എഴുതി കാണിച്ചിട്ട് കർത്താവ് പറയുക, നിനക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നീ യാത്ര ചെയ്യ്. ഹല്ലേലൂയ. ദൈവഹിതമെങ്കിൽ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദിസ്, we are giving God the authority to abandon our plans if those plans are not according to God's will. ദൈവഹിത പ്രകാരമല്ലാത്ത പദ്ധതികളാണ് നാം എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ, നാം പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ 100% ആ പദ്ധതികളെ മാറ്റുവാനുള്ള സ്വാതന്ത്ര്യം നാം കർത്താവിന് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ വാക്കുകൾക്ക് അർത്ഥമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ട്രസ്റ്റിംഗ് ഗോഡ് ഓർ ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ് ലീഡ്സ് ടു ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് പീസ്. നമ്മൾ ഓർക്കണമേ, ഈ ഒരു വലിയ ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ വരും. കർത്താവിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പദ്ധതികൾ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്വസ്ഥത വരും കേട്ടോ. എ കോൺഫിഡൻസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പോകുന്ന വഴി കർത്താവിൻ്റെ ഹിതത്തിലാണെന്നുള്ള ബോധ്യം. ആത്മാർത്ഥതയോടെ ഹോണസ്റ്റായിട്ട് നമ്മുടെ ഏത് പദ്ധതി, അത് കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വിഷയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് മാറിപ്പോകുവാൻ പോകുന്ന വിഷയമായിക്കൊള്ളട്ടെ, ഒരു ഭവനം പണിയുന്ന വിഷയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുന്ന വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് പോകുന്ന വിഷയമായിക്കൊള്ളട്ടെ, ഒരു വണ്ടി വാങ്ങിക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ചെറുതും വലുതുമായ സകല വിഷയങ്ങളെയും കർത്താവിൻ്റെ സന്നിധി പൂർണ്ണമായി കൊടുത്തിട്ട് കർത്താവിന് ഈ പദ്ധതികളെ മാറ്റുവാനുള്ള അധികാരം ഉണ്ടെന്ന് അവിടുത്തെ സന്നിധിയിൽ പറഞ്ഞ് ചുമ്മാ പറയുകയല്ല, മുമ്പേ പറഞ്ഞ പോലെ സമ്മതിച്ച് കൊടുത്താൽ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുന്നത് 100% കോൺഫിഡൻസോട് കൂടിയായിരിക്കും, വിത്ത് പീസ്ഫുൾ ഹാർട്ട്. എൻ്റെ കർത്താവേ, അങ്ങയുടെ ഹിതത്തിലാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് എന്തോന്നറിയാമോ? ഹല്ലേലൂയ. ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വറി ആൻഡ് ഫിയർ. അഥവാ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടല്ല നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും വറീസ് ആൻഡ് ഫിയർ. അതാണ് നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ നിന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വറീസാണ്, ഭയങ്കര ഭാരവും ഭയവുമാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ അത് കൊടുത്തില്ല. നമ്മുടെ ഇഷ്ടത്തിലാണ് ചെയ്തത്. നമ്മുടെ ഇഷ്ടത്തിൽ വിവാഹം കഴിച്ചു, നമ്മുടെ ഇഷ്ടത്തിൽ ഭവനം പണിതു, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പൈസ നോക്കി നമ്മൾ പോയി, ഇഷ്ടമുള്ള ജോലി പൈസ നോക്കി വാങ്ങിച്ചു, ഇഷ്ടമുള്ള കോഴ്സ് പൈസ ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിക്ക് വേണ്ടി പോയി. ഇതൊക്കെ തെറ്റാന്നല്ല പറഞ്ഞത്, ഇത് നല്ലതാണ്, പ്രൊവൈഡഡ് ഇഫ് യു ഹാഡ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ദാറ്റ്. നല്ല ജോലി വേണ്ടെന്നല്ല, നല്ല വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, നല്ല ഭവനം വേണ്ടെന്നല്ല, നല്ലൊരു വാഹനം വേണ്ടെന്നല്ല. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ദൈവഹിതപ്രകാരമാണോ, കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താണോ അത് പ്രാപിച്ചതെങ്കിൽ there is nothing wrong. അതിനകത്ത് പീസുണ്ട്. അതല്ല, കർത്താവിനെ മാറ്റി നിർത്തി കർത്താവിനോട് ആലോചന ചോദിക്കാതെ എൻ്റെ ഇഷ്ടപ്രകാരം സ്വാർത്ഥമായ ചിലത് ഫിസിക്കലി അല്ലെങ്കിൽ ഭൗതികമായ ചില നേട്ടങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സ്വയം ചെയ്തതാണെങ്കിൽ അവസാനം വരെയും നമ്മുടെ ജീവിതത്തിൽ വറീസ് ആയിരിക്കും, ഫിയർ ആയിരിക്കും. സഹോദരങ്ങളെ, ഇതുവരെ നടന്നതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഫ്രം ഗോയിങ് ഫോർവേഡ്, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹല്ലേലൂയ, ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ, ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താട്ട്, മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഈ വലിയ അബദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ വലിയ മണ്ടത്തരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, ദൈവത്തെ കൂടാതെ ജീവിതത്തെ പണിത് ഇത്രത്തോളം ഉയർത്തിയവനാണ് ഞാൻ, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഈ ക്രാക്കുകളും ഈ വിള്ളലുകളും ഈ പൊട്ടലുകളും ഈ ചീറ്റലുകളും ഈ ഷേപ്പില്ലായ്മയും ഒക്കെയും ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികൾക്കകത്തില്ലായിരുന്നു. പക്ഷേ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. ഹല്ലേലൂയ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താട്ട്, നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഇത് പറഞ്ഞു കൊടുക്ക്. അതുമല്ല, ശേഷിച്ച കാലം ഈ ഭൂമിയിൽ നമുക്ക് കർത്താവ് സമയം തന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇനി നമ്മൾ എടുക്കുവാൻ പോകുന്ന തീരുമാനങ്ങളിൽ ഈ സന്ദേശം വരട്ടെ, ഈ ആലോചന വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ക്ലിഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ മുനമ്പുകൾ, വലിയ പാറക്കെട്ടുകളുടെയൊക്കെ മധ്യത്തിൽ നമ്മൾ ഈ നാട്ടിലൊക്കെ പോകുമ്പോഴല്ലേ, ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, വലിയ പാറക്കെട്ടുകളോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നാൽ താഴെ വലിയ കൊക്കയൊക്കെ കാണും അല്ലേ? താഴെ പോയി നോക്കാനൊക്കെ പറ്റുമോ? നമുക്ക് കൊക്കയിലേക്ക് പോകാൻ പറ്റുമോ?
ഒക്കത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് ഒരു 50 നില കെട്ടിടത്തിൻ്റെ മുകളിൽ, ഒരു 50 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുക എന്ന് വെച്ചാൽ വലിയ വിശാലമായ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ബെറ്റ് ചെയ്യുക എന്ന് വെച്ചോ, ഞാൻ നിങ്ങളുടെ കണ്ണ് കെട്ടാം കേട്ടോ, കണ്ണ് കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കാം, ഞാൻ പറയുന്ന പോലെ നടക്കണം. ഈ 50 നില ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഏതെങ്കിലും ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിന്നപ്പം സ്വന്തം കൂട്ടുകാരൻ സ്വന്തം ഭാര്യ ആയിക്കൊള്ളട്ടെ, ഇന്നത്തെ കാലത്ത് അല്ലെ ഭർത്താവ് ആയിക്കൊള്ളട്ടെ, പറയാന്ന് വെച്ചാൽ ഞാൻ കണ്ണൊന്ന് കെട്ടട്ടെ, കർച്ചീഫ് വെച്ച് തൂവാല വെച്ച് കണ്ണൊന്ന് കെട്ടിട്ട് ഞാൻ കയ്യെ പിടിച്ചോട്ട് 5 മിനിറ്റ് ഇതിലേക്കൂടെ ഒന്ന് നടക്കട്ടെ. നമ്മളിൽ എത്ര പേര് പറയും ഓക്കെ എന്ന്? നമ്മളിൽ എത്ര പേര് പറയും ഓക്കെ എന്ന്? ഇപ്പം എൻ്റെ ഭാര്യ വന്നിട്ട് എൻ്റെ കണ്ണ് കെട്ടുക, അപ്പോൾ എനിക്കൊന്നും കാണാനൊക്കത്തില്ല. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? 50 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കാണ്. എൻ്റെ ഭാര്യ പറയുക, മുന്നോട്ട് പോയേ, മുന്നോട്ട് നടന്നു, ഇടത്തോട്ട് നടന്നേ, ഇടത്തോട്ട് നടന്നു, വലത്തോട്ട് നടന്നേ, വലത്തോട്ട് നടന്നു. ഞാൻ നടക്കുമോ? അഥവാ ഞാൻ നടക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമാത്രം ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിക്കുന്നു. കർത്താവിൽ ഇതുപോലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തെ കർത്താവ് പറയുന്നത് പോലെ നമുക്ക് നടക്കാൻ പറ്റൂ. മനസ്സിലാക്കണമേ സഹോദര. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് നടക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഈ ഒരു ഉപമ പറഞ്ഞതിൽ എത്രമാത്രം നമ്മൾ വിശ്വസിക്കുന്നുവോ അതുപോലെയുള്ള ഒരു വിശ്വാസം കർത്താവിലുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് പറയുന്ന വാക്കുകളെ അതുപോലെ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയൂ. അതാ നാളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ കർത്താവിലുള്ള വിശ്വാസം. ഇഫ് ദ ലോർഡ് വിൽസ്, കർത്താവിൻ്റെ ഹിതമെങ്കിൽ എന്ന് നാം പറയുമ്പോൾ ഇത് അർത്ഥമാക്കേണ്ടത് ഞാൻ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞാനത് അങ്ങനെ ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? എന്നെ അവിടുന്ന് ലക്ഷ്യത്തിലെത്തിക്കും. കർത്താവ് എന്തെന്നോട് പറഞ്ഞുവോ അവിടെ അവൻ എന്നെ എത്തിക്കും. ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെയോ അമ്മയുടെയോ കയ്യിൽ പിടിച്ചിട്ട് മുന്നോട്ട് നടന്നു പോകുന്നത് പോലെ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മുനമ്പിലൂടെ നടന്നു പോകും. ഒരു കൊച്ചു കുഞ്ഞിനോടാണ് ഇത് പറഞ്ഞെങ്കിലോ, ഒരു കൊച്ചു മോനോട്, ഒരു 3 വയസ്സുള്ള കുഞ്ഞിനോട് പറയാം, മോനെ പപ്പായുടെ മമ്മി ഒരു കാര്യം കളിക്കട്ടെ, മോൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഞാൻ കെട്ടാൻ പോവുക, പപ്പ പിടിച്ചോണ്ട് പോകുന്ന ഞാൻ കുഞ്ഞെന്തെങ്കിലും പറയുമോ? കുഞ്ഞിന് ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? അത്രമാത്രം അപ്പനെയും അമ്മയും വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സഹോദര, ഒരു കൊച്ചു കുഞ്ഞ് അപ്പനെയും അമ്മയെയും വിശ്വസിക്കുന്നത് പോലെ കർത്താവിനെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നാളെയിലേക്ക്, ടുമോറോയിലേക്ക് കർത്താവ് പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റൂ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഒരു കാര്യം ഓർക്കണമേ, നത്തിങ് ഹാപ്പൻസ് ഔട്ട്സൈഡ് ദ സോവറിൻ കൺട്രോൾ ഓഫ് ഗാഡ്. കർത്താവിൻ്റെ പരമാധികാരത്തിൽ അപ്പുറം, അതിനെ വിട്ട് കർത്താവിൻ്റെ സോവറിൻ കൺട്രോൾ, അവൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിനപ്പുറം ഈ ലോകത്തൊന്നും നടക്കുന്നില്ല. ഈ ലോകത്തൊരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്. ഈ ലോകത്തൊരു മനുഷ്യൻ മരിക്കുന്നെങ്കിൽ ദൈവം അറിയുന്നുണ്ട്. ഈ ലോകത്തൊരു കാറ്റടിക്കണമെങ്കിൽ എവിടെ സൂര്യൻ ഉദിക്കണം, എവിടെ കാറ്റടിക്കണം, എവിടെ മഞ്ഞ് പെയ്യണം, എവിടെ സുനാമി വരണം, എവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകണം, ദൈവം അത് ഒരുപക്ഷെ അനുവദിക്കുന്നുണ്ടാകാം. ദൈവം അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കത്തില്ല. ബിക്കോസ് everything is in the sovereign control of God. ദൈവം തന്നെ ദൂതന്മാരെ സകലയിടത്തും ആക്കി വെച്ചിരിക്കുക. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈ പ്രപഞ്ചം മുഴുവനും അത്യുന്നതനായ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് ഒരു കാക്കക്കുഞ്ഞ് കരയുമ്പോൾ അതിന് തക്കതായ ആഹാരം ദൈവം അവിടെ കൊടുക്കുന്നത്. വചനത്തിൽ പറയുന്നു അല്ലേ? അവ തങ്ങളുടെ ആഹാരം തങ്ങളുടെ സൃഷ്ടിതാവിനോട് ചോദിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഒരു നിസ്സാര പക്ഷിക്ക് വിലയില്ലാത്ത ഒരു ഈ ഭൂമിയിലൂടെ എഴഞ്ഞ് നടക്കുന്ന ഒരു ഇഴജാതിക്ക് പോലും അതിൻ്റെ ആഹാരം ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കാരണം ദൈവം അതിനെ സൃഷ്ടിച്ചതായതുകൊണ്ട്. ട്രസ്റ്റിംഗ് ഇൻ ഗാഡ് എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ പറയുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. ഇങ്ങനെ കർത്താവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവമക്കളെ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പ്രോവേർബ്സ് 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും ഒന്ന് വായിച്ചേ ആരെങ്കിലും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. വാട്ട് ആൻ അമേസിംഗ് പ്രോമിസ് ഇറ്റ് ഈസ്. എത്ര വലിയൊരു വാഗ്ദത്തമായത്. നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുതെന്ന്.
ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഇത് ബെസ്റ്റ് ചിന്തിച്ചാലും അതിനകത്ത് സ്വാർത്ഥതയുണ്ട്. നമ്മൾ ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായ നേട്ടങ്ങളും നമ്മുടെ സൗകര്യങ്ങളും നോക്കിക്കൊണ്ട് നമ്മൾ ബെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് അപകടങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നാൽ എല്ലാ അപകടങ്ങളെയും നോക്കിക്കൊണ്ടാണ് നമുക്ക് ചെയ്തു തരുന്നത്. നമുക്കൊരു ദോഷവും വരാതെ, നമ്മുടെ നിത്യതയ്ക്ക് ദോഷം വരാതെ, ദൈവത്തിൽ നമ്മളെ അകറ്റാതെ, ഇതൊക്കെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ഭാവിയെ അറിയുന്ന കർത്താവ് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്. ഇംഗ്ലീഷിൽ ക്യാൻ someone read it in English please? If you have an English. Yeah. Trust in the Lord with all your heart. And lean not on your own understanding. Yeah. In all your ways. Yeah. In all your ways submit to him. And he will make your path straight. He will make your paths straight. നിന്റെ വഴിയെ നേരെയാക്കും. ഇപ്പം നമ്മൾ വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് പോകുന്നത് അല്ലേ? എന്തെല്ലാം കഷ്ടതകളിലൂടെ ഓരോ ദിവസം കടന്നു പോകുന്നത്, എന്തെല്ലാം ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ പറഞ്ഞ സബ്മിറ്റ് ഓൾ യുവർ വേസ് ഇൻ ഹിം. നിന്റെ എല്ലാ വഴികളും അവനിൽ കൊടുക്കുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. അമേസിങ് ലൈഫായത്. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ എത്തേണ്ട ഇടത്ത് ആ സ്ട്രൈറ്റ് പാത്തിലൂടെ കർത്താവ് എത്തിക്കും. കാരണം അവിടുന്ന് അവസാനം കണ്ടിട്ട്, നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് നാളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കർത്താവ് ഏറ്റവും അവസാനം കണ്ടിട്ടാണ് നമ്മുടെ നാളുകളെ കർത്താവ് നമുക്ക് പ്ലാൻ ചെയ്തു തരുന്നത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കും. കാരണം ഹി ഹാസ് ദ വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, അതോറിറ്റി ആൻഡ് പവർ ആൻഡ് സോ മെനി ആട്രിബ്യൂട്ട്സ് വി നോ അബൌട്ട് ഗാഡ്. ദൈവത്തിന് അവിടുന്ന് സകലജ്ഞാനിയാണ്, അവിടുന്ന് സർവജ്ഞനാണ്, അവിടുന്ന് പരമാധികാരിയാണ്, സർവ്വ അധികാരവും ഉള്ളതാണ്, എല്ലാം അറിയുന്നവനാണ് കർത്താവ്. കർത്താവ് ഒരിക്കലും പകുതി വഴി കൊണ്ടുവന്നിട്ട് ഐ എം സോറി, ഞാൻ ചില കാര്യം മറന്നുപോയെന്ന് കർത്താവ് പറയത്തില്ല. അവിടുത്തെ കൈകളിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാണ്. നമ്മൾ ഒരിക്കലും തലചൊറിയേണ്ടതായിട്ട് വരത്തില്ല. നമ്മൾ ഒരിക്കലും വഴിത്തലക്കിലിരുന്ന് കരയേണ്ടതായിട്ട് വരത്തില്ല. നമ്മൾ സ്വയം വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് വഴിയുടെ അരികിലിരുന്ന് കരയേണ്ടതായിട്ട് വരുന്നത്. കാരണം നമ്മൾ കണ്ടുപിടിച്ച വഴിയാണ്. ഹല്ലേലൂയ. കർത്താവ് ഒരു വഴി കാണിച്ചു തന്നാൽ നമുക്കത് കരയേണ്ടതായിട്ട് വരികയില്ല. സഹോദരങ്ങളെ, നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നെവർ ബി എ ഫൂൾ. വൺ ഡേ വി ആർ ഗോയിങ് ടു ബി അക്കൗണ്ടബിൾ ബിഫോർ ഗോഡ്. സഭാപ്രസംഗി, എക്ലേസിയാസ്റ്റിസ് സഭാപ്രസംഗി 12 നമ്മൾ വരുമ്പോൾ അവിടെ മനോഹരമായൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 13, 14 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. എല്ലാറ്റിൻ്റെയും സാരമാ. സഭാപ്രസംഗിയുടെ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ശ്രേഷ്ഠമേറിയ അനേക ആലോചനകൾ, ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത സ്വർഗീയ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഏറ്റവും അവസാനം വന്ന് എല്ലാ വഴികളെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ ജീവിതങ്ങളെക്കുറിച്ചും എല്ലാം മായയാന്ന്, എല്ലാം ക്ഷിപ്രമാണെന്ന്, എല്ലാം ആവിയാണ്, ഇതൊക്കെ പറഞ്ഞ് വലിയ വലിയ ആലോചനകളെ തന്നിട്ട് അവസാനം സഭാപ്രസംഗി എഴുതി വെക്കുകയാണ്. എന്താണെന്നറിയാമോ? എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക. ദാറ്റ് മീൻസ് ഐ എം ഗോയിങ് ടു സമ്മറൈസ് ദ ഹോൾ തിങ് ഇൻ 1 സെന്റൻസ്. ഈ പറഞ്ഞതെല്ലാം ഞാൻ ഒരു വാക്യത്തിൽ നിങ്ങളോട് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാമോ? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. കാരണം എന്താണെന്നറിയാമോ? ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. Every single day you and I live in this world. We are going to be accountable before the throne of God one day. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ ദിവസത്തിൻ്റെയും കണക്ക് പറയുവാൻ, ഓരോ നിമിഷത്തിൻ്റെയും കണക്ക് പറയുവാൻ, നമ്മളെടുത്ത ഓരോ തീരുമാനങ്ങളുടെയും കണക്ക് പറയുവാൻ, നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ കടന്നുപോയ ഓരോ ചിന്തകളുടെയും കണക്ക് പറയുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. അവിശ്വാസികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. റെവലേഷൻ 20, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വെള്ളസിംഹാസനത്തെക്കുറിച്ച് കാണുന്നു. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുവാൻ നിൽക്കുന്നതിനെ കുറിച്ച് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം കണക്ക് ബോധിപ്പിക്കേണ്ടതിന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. കണക്ക് കൊടുക്കേണ്ടതിന് നിൽക്കേണ്ടി വരും.
You and I have to stand before God one day to give an account of how we lived in this body. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിന് കണക്ക് പറയുവാൻ തക്കവണ്ണം നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ നമ്മൾ കേട്ടു എന്താണ്? ഡോണ്ട് ബോസ്റ്റ് ഇൻ ടുമോറോസ്. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഞാൻ നാളെ അത് ചെയ്യും, നാളെ ഇത് ചെയ്യും, ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ ഫലം നാളെ ഞാൻ അനുഭവിക്കുമെന്ന് പറയരുത്. മണ്ടത്തരമാണ്, മഹാമണ്ടത്തരമാണ്. ദൈവത്തെ, വചനം പറയുന്നതാ, ദൈവത്തെ നീ മറക്കരുത്. മുമ്പേ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന് കേട്ടതുപോലെ ആ ഭോഷനെ പോലെ ആവരുത്. അനേക അവിശ്വാസികൾ ഇന്ന് ഭോഷന്മാരാണ്, ഭോഷകളായി മാറുകയാണ്. എന്തെന്നറിയാമോ? നാളത്തെ സുഖത്തിന് വേണ്ടി ഇന്ന് കിടന്ന് കഷ്ടം അനുഭവിക്കുക ദൈവമില്ലാത്ത വഴികളിൽ, ദൈവത്തെ അറിയാത്ത വഴികളിൽ, ദൈവത്തെ ഓർത്ത് ഭയപ്പെടാത്ത വഴികളിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്ന വഴികളിൽ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി ഉത്സാഹിക്കുക. അതാ അതിനെക്കുറിച്ച് കേട്ടത്. നാളത്തെ ദിവസത്തെ ഓർത്ത് പ്രശംസിക്കരുത്. രണ്ടാമത് നമ്മൾ കേട്ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുക. വചനത്തിൽ നമ്മൾ കേട്ടത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. മൂന്നാമത് നമ്മൾ വായിക്കാൻ പോകുന്നു ലിവ് ഹംബ്ലി ഇൻ ഒബീഡിയൻസ്. ദൈവസന്നിധിയിൽ അനുസരണയോടെ താഴ്മയോടെ മുന്നോട്ടുള്ള കാലം ജീവിച്ച് തീർക്കുക. എവിടെ എഴുതിയിരിക്കുന്നു? 16-ാമത്തെ വാക്യം, നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. വമ്പ് പറയുക, യു ആർ പ്രൗഡ്. ഹല്ലേലൂയ. നമ്മൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, 5-8 മിനിറ്റ് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹായ് ബായ് ഒക്കെ പറയും, പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാമോ? നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്തെല്ലാം നേട്ടങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. ഉണ്ടാക്കിയത്, ഈ ഭൂമിയിൽ കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച്, സമ്പാദിച്ച സ്വത്തുകളെക്കുറിച്ച്, ഇരിക്കുന്ന ജോലി സ്ഥലത്തെക്കുറിച്ച്, കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച്, ഓടിക്കുന്ന വണ്ടിയെക്കുറിച്ച്, വാങ്ങിച്ച വീടിനെക്കുറിച്ച്, കുഞ്ഞുങ്ങളായിരിക്കുന്ന നിലകളെക്കുറിച്ച്, ഒരാൾ ഇവിടെയാണ്, ഒരാൾ അവിടെയാണ്, ഒരാൾ അപ്പുറത്താണ്. നേട്ടങ്ങളുടെ പട്ടികയാണ്. ഇവിടെ പറയുന്നു വമ്പ് പറയുന്നെന്ന്, വമ്പ് പറയുന്നെന്ന്, ഭോഷത്വമാണ് പറയുന്നത്. യു ആർ പ്രൗഡ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ, ബട്ട് നൗ യു റിജോയ്സ് ഇൻ യുവർ ബോസ്റ്റിംഗ്സ്. ബോസ്റ്റ് ചെയ്യുക അത് ദോഷമാണ് ജീവിതത്തിന്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ലിവ് ഹംബ്ലി ഇൻ ഒബീഡിയൻസ്. മുന്നോട്ടുള്ള കാലത്തിൽ താഴ്മയോടെ ജീവിക്കണം. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതം ഒരു ആവിയാണ്, ജീവിതം ഒരു ആവിയാണ്. ഹല്ലേലൂയ. എത്രയോ പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വീണ് മരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, അനേകർ വീട്ടിലെത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് ഫ്ലൈറ്റിൽ നിന്ന് മരിക്കുന്നു. ചിന്തിച്ച് നോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതവും നമ്മുടെ ദിവസങ്ങളും നമ്മുടെ കയ്യിലില്ല. എന്ത് പറഞ്ഞ് നമുക്ക് പ്രശംസിക്കുവാൻ, ഭോഷത്വം കാണുവാനായിട്ട് കൊള്ളും? നോക്ക്, എൻ്റെ മക്കളെ നോക്ക്, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ അവരെ വളർത്തുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അടുത്ത നിമിഷം അല്ലെങ്കിൽ നാളത്തെ ദിവസം ഈ മക്കൾ എങ്ങനെ ആകുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എന്റെ വണ്ടി നോക്ക്, എത്ര വില കൂടിയ വണ്ടിയാണെന്നറിയാമോ? ഇതുപോലൊരു വണ്ടി ഈ ദേശത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് നീ പോയി വീട്ടിലെത്തുമെന്ന് ഉറപ്പുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഈ ലോകത്തിൽ ഗ്യാരണ്ടിയോടെ പറയാൻ എന്തുണ്ട്? നെവർ ബി പ്രൗഡ്, നെവർ ബി ഇൻ ബോസ്റ്റിംഗ്. പ്രശംസിക്കരുത്. യാക്കോബിന്റെ ഇതേ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ ചെയ്യുകയും ചെയ്യുന്നു. God resists the proud and give grace to the humble. ദൈവം നിഗളികളോട്, നമ്മുടെ ഹൃദയത്തിൽ നിഗളമാണെങ്കിൽ, ഈ പ്രൗഡാണെങ്കിൽ ദൈവത്തിന്റെ കരുണ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല, ദൈവത്തിന്റെ കൃപ ഒരിക്കലും കിട്ടത്തില്ല. എത്ര വലിയ ആപത്തിലേക്ക് നമ്മൾ നടന്നു നോക്കിയാലും നടന്നു പോയാലും ദൈവം നമ്മളെ തടയത്തില്ല. നമ്മളെ തടയുവാൻ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരത്തില്ല. കാരണം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. എന്നാൽ താഴ്മയുള്ള ഒരു ഹൃദയമായിരിക്കുള്ളതെങ്കിൽ, ഞാനൊരാപത്തിലേക്ക് നടക്കുമ്പോൾ ദൈവം എന്നോട് കരുണയുള്ളവനായി അതിനെ തടയും, ആരെയെങ്കിലും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അനേകർ എന്തുകൊണ്ടാണെന്നറിയാമോ ഇന്ന് സുവിശേഷം കേൾക്കാത്തത്? ബിക്കോസ് ദേ ആർ പ്രൗഡ്. ദേ ഡോണ്ട് വാണ്ട് ടു ഹിയർ ഹിം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നെവർ ബി പ്രൗഡ്, ബിക്കോസ് യുവർ ലൈഫ് ഈസ് ആസ് ഗുഡ് ആസ് എ വേപ്പർ. നീരാവി, ആവി കണക്കെ അസ്തിത്വമുള്ളതാണ് നിൻ്റെയും എൻ്റെയും ജീവിതം. ഏത് നിമിഷവും ഇല്ലാതായി പോയേക്കാം. ഞാൻ വേഗം മുന്നോട്ട് പോകുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ഞാനതെടുക്കും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അത് തന്നെ, കർത്തൃസേവ നിമിത്തം. കർത്തൃസേവ, പൗലോസ് പറയുകയാണ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. നോക്കിയേ, താഴ്മ അവരുടേത്. പ്രൗഡാകരുത്. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യുവാൻ ശ്രമിക്കും. സഹോദരങ്ങളെ, താഴ്മയുള്ള നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അതാ. താഴ്മയോടെ നടക്കുവാനാ, സൗമ്യതയോടെ നടക്കുവാനാ, സ്നേഹത്തോടെ നടക്കുവാനാ, മറ്റുള്ളവരോട് പൊറുക്കുവാനാ, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനാ, സമാധാന ബന്ധത്തിൽ ഐക്യതയോടെ ജീവിക്കുവാനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലാണ് കർത്താവിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അതിന് വിരുദ്ധമായി പ്രൗഢോടുകൂടി, അഹന്തയോടുകൂടി ഞാൻ വലിയവനാണെന്നും ഞാൻ പറയുന്നതാണ് ശരിയെന്നും എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം, ഇത് മാത്രമേ ശരിയുള്ളൂ വാദിച്ചു പോയാൽ കർത്താവ് പറയുന്നു അത് നിന്റെ ജീവിതത്തിന് ദോഷം ചെയ്യും. ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കത്തില്ല. ദൈവത്തിൻ്റെ കരുണ നിന്നോട് കൂടെ ഇരിക്കുകയില്ല. നീ കണ്ണുനീരൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. പ്രോവേർബ്സ് 22 അടുത്ത 5 മിനിറ്റുള്ളിൽ ദൈവവചനം നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രോവേർബ്സ് 22:4 സദൃശവാക്യങ്ങൾ 22:4 പറയുന്നു, താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയുള്ളവർക്ക്, യഹോവാഭക്തിയുള്ളവർക്ക്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഭയപ്പെടുന്നവർക്ക്, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുമ്പോൾ നടുങ്ങുന്നവർക്ക്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64 തോന്നുന്നു വായിക്കുന്നു, അരുഷനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആലോചനകൾ കേൾക്കുമ്പോൾ അകത്തൊന്ന് നടുങ്ങണം. കർത്താവേ, ഇത് എന്നോടാണല്ലോ, ഇത് എൻ്റെ അവസ്ഥയാണല്ലോ നീ എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. താഴ്മയ്ക്കും യഹോവഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. റിവാർഡ് ഫോർ ഹ്യൂമിലിറ്റി ആൻഡ് ഫിയർ ഓഫ് ഗാഡ്. കർത്താവിനെ പറയുന്നത് ലൈഫ് ഇൻ ദാറ്റ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ലിവ് ടുഡേ ഫോർ ദ ലോർഡ് ആൻഡ് ട്രസ്റ്റ് ദ ലോർഡ് ഫോർ ടുമോറോ. ലിവ് ടുഡേ ഫോർ ദ ലോർഡ്. ഇന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കുക. ആൻഡ് ട്രസ്റ്റ് ദ ലോർഡ് ഫോർ ടുമോറോ. നാളത്തെ ദിവസത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിനെ വിശ്വസിക്കുക. ഇന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കുക. നാളത്തെ ദിവസത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഹല്ലേലൂയ. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പറയാനേ പറ്റൂ. കർത്താവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പലതും കഴിഞ്ഞ നാളുകളിൽ ഞാനെടുത്ത റോങ് ഡിസിഷൻസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ പലതും ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് കഴിഞ്ഞ കാലത്തിലുള്ള എൻ്റെ റോങ് ഡിസിഷൻസ്. അതിന് എന്നെ മാത്രമേ ബ്ലെയിം ചെയ്യാൻ പറ്റൂ. Because I have to reap the consequences of what I have sown. ഞാൻ വിതച്ചതിൻ്റേതായിട്ടുള്ള പരിണിത ഫലങ്ങൾ ഞാൻ കൊയ്തേ പറ്റൂ. പക്ഷേ ഫ്രം ഗോയിങ് ഫോർവേഡ്, ഫ്രം ടുഡേ, ഇന്നു മുതൽ മുന്നോട്ടുള്ളത് എത്ര ആയുസ് എനിക്കുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതെൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ എനിക്ക് കഴിയുമോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊടുക്കുവാനായിട്ട് കഴിയുമോ? കർത്താവെ, ഇന്ന് മുതൽ മുന്നോട്ട് ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങ് തീരുമാനിക്കുക. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പ്ലാനും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാനുകൾ കൊണ്ടൊന്നും എനിക്ക് ഈ ലോകം വിട്ടു പോകാൻ പറ്റത്തില്ല. കർത്താവില്ലാത്ത ഒരു പ്ലാനും പദ്ധതിയും എനിക്ക് വേണ്ട. ഈ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 23-24 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 9 വേഴ്സ് 23 and 24. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കൃപയാൽ 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 നല്ല നിലകളിലെത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഒരിക്കലും നമ്മുടെ സ്ഥാനമാനങ്ങളിൽ നമ്മൾ പ്രശംസിക്കരുത്. ജ്ഞാനി ഒരിക്കലും തന്നെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. മറ്റു പലർക്കും കിട്ടാത്ത ദൈവികമായ ജ്ഞാനം നമ്മളിൽ പലർക്കും ദൈവം പകർന്നിട്ടുണ്ട്. വെളിച്ചം നമ്മളിൽ പലർക്കും തന്നിട്ടുണ്ട്. മറ്റു പലർക്കും ലഭിക്കാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലഭിച്ച നന്മയിലോ നമുക്ക് ലഭിച്ച ജ്ഞാനത്തിലോ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കി കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഉയർച്ചയിലോ ഒരിക്കലും നമ്മൾ പ്രശംസിക്കരുതെന്ന് കർത്താവ് നമ്മളവിടെ കൽപ്പിക്കുക. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്.
നമുക്കുള്ളതൊന്നിലും നമ്മൾ പ്രശംസിക്കരുത്. കർത്താവേ, ഇതൊക്കെയും അങ്ങയുടെ ദയയാണല്ലോ, ഇതൊക്കെയും അങ്ങയുടെ കരുണയാണല്ലോ. ഭവനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭവനത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, കർത്താവേ, ഒരു കാലത്ത് സ്വപ്നം പോലും കാണുവാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു, എന്നാൽ അത് ഈ റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് അങ്ങയുടെ ദയയായത്. ഈ ദേശത്ത് കടന്നു വന്ന് ഇവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ, ഇവിടുത്തെ സിറ്റികളിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് ചില വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം പോലും കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ അവിടുന്ന് ഈ ദേശത്തിനെ കൊണ്ടുവന്നു. ഓർത്തു നോക്ക്, ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയും. ഈ ദേശത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ ലക്ഷങ്ങൾ മുടക്കിയാണ് നാട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് പഠിക്കുന്നത്. 5 പൈസ പോലും മുടക്കാതെ ഈ ദേശത്ത് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴികളെ തുറന്ന്. ഞാൻ ചില ഭൗതിക നന്മകളെ കുറിച്ചാണ് പറയുന്നത്. അതിനേക്കാൾ എത്രയോ അധികമാണ് ആത്മീക നന്മകൾ. അനേകര് സ്വന്തം രാജ്യവും സ്വന്തം ദേശവും വിട്ട് മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ, അവിടുത്തെ ഭൗതിക സ്വത്തുക്കളുടെ പിന്നാലെ പോകുമ്പോൾ, സഹോദര സഹോദരി, എന്റെയും നിന്റെയും ഹൃദയം വഷളായി പോകാതെ ഈ ദൈവകൃപയിലേക്ക് വരുവാൻ, ദൈവിക ജ്ഞാനത്തിലേക്ക് വരുവാൻ, ദൈവസഭയിലേക്ക് വരുവാൻ, ദൈവജനത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവരാജ്യത്തിന്റെ പണിക്കാരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ച വിളി എത്ര ശ്രേഷ്ഠമാണ്. ഇതിലൊന്നിലും നമുക്ക് പുകഴാനില്ല. ഇതൊക്കെയും കർത്താവിൻ്റെ ദയ, ഇതൊക്കെയും കർത്താവിൻ്റെ കൃപ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. നമുക്കൊരു കാര്യം മാത്രമേ പ്രശംസിപ്പാനുള്ളൂ, കർത്താവേ, അങ്ങേ അറിയുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ അങ്ങ് തുറന്നല്ലോ. നമ്മൾ അതിൽ പ്രശംസിച്ചാൽ മതി. കർത്താവ് പറയുന്നു, അതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.